പ്ലേ ഓഫ് ഉറപ്പിച്ചു കഴിഞ്ഞു കേരള ബ്ലാസ്റ്റേഴ്സ്. ആദ്യ റൗണ്ടിലെ അവസാന ഹോം മത്സരത്തിൽ ഈസ്റ്റ് ബംഗാളാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളി. വിജയവഴിയിൽ തിരിച്ചെത്താൻ തന്നെയാകും ദിമിയും കൂട്ടിനും ശ്രമിക്കുക. സീസണിന്റെ തുടക്കത്തിൽ മികച്ച ഫോമിലായിരുന്നു ബ്ലാസ്റ്റേഴ്സ്. ഡിസംബറിൽ ഇടവേളയ്ക്ക് പിരിയുമ്പോൾ ഒന്നാം സ്ഥാനത്തായിരുന്നു കേരളത്തിന്റെ സ്വന്തം ടീം. എന്നാൽ പുതുവർഷത്തിൽ തിരിച്ചടികളേറ്റു. കലിംഗ സൂപ്പർ കപ്പിൽ ആദ്യ മത്സരത്തിൽ വിജയിക്കാനായെങ്കിലും പിന്നീട് അടിതെറ്റി. തുടർച്ചയായ 2 മത്സരങ്ങളിൽ തോറ്റു പുറത്തായി. ISL പുനരാരംഭിച്ചപ്പോഴും ഫോം ഔട്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ്. ഒഡീഷയോട്, പഞ്ചാബിനോട്, ചെന്നൈയിനോട് പരാജയപ്പെട്ടു. പ്രതീക്ഷകളൊക്കെ അവസാനിക്കുകയാണെന്ന് വിചാരിച്ചെടുത്താണ് ഗോവയ്ക്കെതിരായ ത്രില്ലിംഗ് വിജയത്തോട് തിരിച്ചു വന്നത്. 2 ഗോളിന് പിന്നിൽ പോയിട്ടും 4 ഗോളുകൾ തിരിച്ചടിച്ച് വിജയിച്ചു. എന്നാൽ അടുത്ത മത്സരത്തിൽ ബംഗളൂരുവിനോട് 1 ഗോളിന് പരാജയപ്പെട്ടു. മോഹൻ ബഗാനുമായുള്ള അടുത്ത കളിയിൽ ഗംഭീര പ്രകടനം നടത്താനായെങ്കിലും തോറ്റു. 3-നെതിരെ 4 ഗോളുകൾക്കായിരുന്നു പരാജയം. ജംഷഡ്പൂരിനെതിരെയായിരുന്നു പിന്നീടുള്ള പോരാട്ടം. ആദ്യം മുന്നിലെത്താനായെങ്കിലും പിന്നീട് 1 ഗോൾ തിരിച്ചു മേടിച്ചു. ഫൈനൽ വിസിൽ മുടങ്ങിയപ്പോൾ 1-1 സമനിലയിൽ പിരിഞ്ഞു. ഇനി നേരിടാനുള്ളത് ഈസ്റ്റ് ബംഗാളിനെ, അതും കൊച്ചിയിൽ. ഈ ISL സീസണിന്റെ ആദ്യ റൗണ്ടിലെ അവസാന ഹോം മത്സരം. വിജയവഴിയിൽ തിരിച്ചെത്താൻ തന്നെയാണ് ഇവാന്റെ പോരാളികൾ കളത്തിലിറങ്ങുന്നത്. 13 ഗോളുകളുമായി മികച്ച ഫോമിലുള്ള സൂപ്പർ താരം ഡിമിട്രിയോസ് ഡയമന്റക്കോസിലാണ് ടീമിന്റെ പ്രതീക്ഷകളെല്ലാം. ദിമി ഫോമിലാണെങ്കിലും ദിമിക്ക് വേണ്ട പിന്തുണ കൊടുക്കാൻ ആർക്കും സാധിക്കാത്തതാണ് ടീമിനെ അലട്ടുന്നത്. നായകൻ ലൂണ പരിക്കുകാരന് പുറത്തായതും ഫോമിലേക്ക് ഉയർന്നിരുന്ന കോമി പെപ്ര പരിക്കിനെ തുടർന്ന് കളം വിട്ടതും ഒക്കെയാണ് തിരിച്ചടിയായിരിക്കുന്നത്. ഡൈറ്റുക്കി സക്കായ്, ഫെഡോർ ചേർന്നടക്കമുള്ള താരങ്ങൾ നന്നായി കളിക്കുന്നുണ്ടെങ്കിലും സ്ഥിരത പുലർത്താനാവുന്നില്ല. മറ്റ് താരങ്ങളുടെ കാര്യവും ഇങ്ങനെയൊക്കെ തന്നെയാണ്. മികച്ച രീതിയിൽ കളിക്കുന്നുണ്ടെങ്കിലും സ്ഥിരമായി അത് സാധിക്കുന്നില്ല. പ്രതിരോധം ഇടയ്ക്കിടയ്ക്ക് പാളുന്നതും ടീമിന് തിരിച്ചടിയായിരിക്കുകയാണ്. മിലോസും ലെസ്കോയും ഒക്കെ പലപ്പോഴും ടീമിനെ രക്ഷിക്കുന്നുണ്ടെങ്കിലും പ്രതിരോധ നിര പലപ്പോഴും ഫോം ഔട്ട് ആകുന്നു. KP രാഹുലിന്റെ ഒക്കെ ഫോമില്ലായ്മയും തലവേദനയാണ്. ഇതൊക്കെ മറികടക്കാൻ തന്നെയാകും ടീം ശ്രമിക്കുക. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ടീമിനെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്ന ഇവാൻ ആശാന്റെ തന്ത്രങ്ങളിലാണ് ടീമും ആരാധകരും പ്രതീക്ഷ വെക്കുന്നത്. സീസണിൽ ആദ്യം ഏറ്റുമുട്ടിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിനായിരുന്നു വിജയം. 1-നെതിരെ 2 ഗോളുകൾക്കാണ് അന്ന് വിജയിച്ചത്. കൊച്ചിയിലെ മഞ്ഞക്കടലിനെ സാക്ഷിയാക്കി ഒരിക്കൽ കൂടി ഈസ്റ്റ് ബംഗാളിനെ മുട്ടുകുത്തിക്കാമെന്ന പ്രതീക്ഷയിലാണ് ബ്ലാസ്റ്റേഴ്സ് കളത്തിലിറങ്ങുക. ശബരിനാഥ് ബാലൻ, സ്പോർട്സ് ഡെസ്ക്, കലണ്ടർ ന്യൂസ്.